ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഖബറടക്കം ശനിയാഴ്ച. ഖബറടക്കം മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം സെന്റ് മേരീസ് മേജർ ബസിലിക്കയിൽ. ചടങ്ങുകൾ ഇന്ത്യൻ സമയം 1:30. പൊതുദർശനം നാളെ മുതൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ. ഇന്ത്യയിൽ 3 ദിവസത്തെ ദുഃഖാചരണം. കോട്ടയം തിരുവാതിക്കലിൽ ദമ്പതികൾ വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ. വ്യവസായിയായ വിജയകുമാറിന്റെയും ഭാര്യ മീരയുടെയും മൃതദേഹം കണ്ടെത്തിയത് രക്തം വാർന്ന നിലയിൽ. മുഖത്ത് ആയുധം ഉപയോഗിച്ചുള്ള മുറിവുകൾ. ഒരാൾ കസ്റ്റഡിയിൽ. കൊലപാതകം വ്യക്തിപരമായ കാരണത്താലെന്ന് കോട്ടയം SP. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF-ൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവം. മുൻ MLA PV അൻവറിനെ ഒപ്പം നിർത്താൻ നീക്കം. തൃണമൂലിനെ മുന്നണിയിൽ എടുക്കുന്നതിൽ UDF-ൽ എതിർപ്പ്. കോൺഗ്രസ് നേതാക്കൾ നാളെ അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. അൻവറിനെതിരെ വിമർശനവുമായി മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ്. ഇടതുപക്ഷ MLA ആയിരുന്ന അൻവർ പരാജയമായിരുന്നുവെന്നും ഫേസ്ബുക്ക് പോസ്റ്റ്. ബില്ലുകളിൽ സമയപരിധി നിശ്ചയിച്ച വിധി കേരളത്തിന് ബാധകമാണോ എന്ന് സുപ്രീം കോടതി പരിശോധിക്കും. വിധി ബാധകമാണെന്ന് കേരളത്തിന്റെ ഹർജി തമിഴ്നാടിന്റേതിൽ നിന്ന് വ്യത്യസ്തമെന്ന് കേന്ദ്രം. കേസ് മെയ് 6 വീണ്ടും പരിഗണിക്കും. മലപ്പുറത്ത് 15-കാരനെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ യുവതി അറസ്റ്റിൽ. പോക്സോ കേസിൽ പിടിയിലായത് കല്ലടിക്കോട് സ്വദേശി സത്യഭാമ. വീഡിയോ പകർത്തി ഭീഷണിപ്പെടുത്തി പണം വാങ്ങി. പീഡനം ഭർത്താവിന്റെ അറിവോടെയെന്നും കണ്ടെത്തൽ. ഭർത്താവ് സാബിക്കിനായി അന്വേഷണം. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ DGPക്ക് പരാതി നൽകാൻ പെൺകുട്ടിയുടെ കുടുംബം. പെൺകുട്ടിയുടെ മരണത്തിൽ സുഗാന്തിന് പങ്കുണ്ടെന്ന് ആരോപണം. ഒളിവിൽ പോയ സുഗാന്ത് സുരേഷിനെ കണ്ടെത്താനാവാതെ പോലീസ്. റെക്കോർഡ് കുതിപ്പ് തുടർന്ന് സ്വർണ്ണവില. പവന് 2200 രൂപ വർദ്ധിച്ച് ആദ്യമായി 74,000 കടന്നു. ഗ്രാമിന് 275 രൂപ കൂടി 9290 രൂപയിലെത്തി. കോഴിക്കോട് ബസ്സിൽ യാത്രക്കാരന് നേരെ സഹയാത്രികനായ ബസ് ഡ്രൈവറുടെ ഗുണ്ടായിസം. ആക്രമം മാങ്കാവ് സ്വദേശി നിഷാദിന് നേരെ. പ്രതി ബസ് ഡ്രൈവർ റംഷാദ് കസബ പോലീസിന്റെ പിടിയിൽ. ആക്രമണ കാരണം തോളിൽ കൈവച്ചതിലെ തർക്കമെന്ന് നിഗമനം. IPL-ൽ ഇന്ന് ലക്നൌ ഡൽഹി പോരാട്ടം. മത്സരം രാത്രി 7:30 ലക്നൌ ഏകാന സ്റ്റേഡിയത്തിൽ. ജയത്തോടെ പോയിന്റ് നില ഉയർത്താൻ ടീമുകൾ.